GST പരിഷ്കരണം രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെളിപ്പെടുത്തുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കാനാണ് GSTയിൽ പരിഷ്കരണം കൊണ്ടുവന്നതെന്നും ഇതോടെ നികുതിയിൽ വൻ ഇളവുകൾ വന്നുവെന്നും സർക്കാർ വ്യക്തമാക്കുകയാണ്. കോൺഗ്രസ് സർക്കാർ ജനങ്ങൾക്ക് മേൽ നിരവധി നികുതികൾ ചുമത്തി. എന്നാൽ NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങളെ നികുതി കുറയ്ക്കുകയായിരുന്നു. GST പരിഷ്കരണം സാധാരണക്കാർക്ക് കൂടുതൽ ഗുണമായേക്കും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി കുറയ്ക്കുകയും ചെയ്തു. GST പരിഷ്കരണത്തോടെ ജനങ്ങളുടെ ജീവിത നിലവാരം തന്നെ വർദ്ധിക്കാൻ പോവുകയാണ്. രാജ്യത്ത് ഉപഭോഗവും വളർച്ചയും കൂടുകയും വികസിത ഭാരതത്തിനായി കോർപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യും. GST മാത്രമല്ല, NDA സർക്കാർ ആദായ നികുതി കുറച്ചു എന്നും മോദി പറയുകയാണ്. GSTയിൽ പ്രതിപക്ഷത്തിനെതിരെയും പ്രധാനമന്ത്രി വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ മിഠായിക്ക് പോലും കോൺഗ്രസ് നികുതി ഈടാക്കിയിട്ടുണ്ടായിരുന്നു. UPA സർക്കാർ സ്വീകരിച്ചത് മധ്യവർഗ വിരുദ്ധ മനോഭാവമാണ്. GST പരിഷ്കരണം സാധാരണക്കാർക്ക് ഗുണമായേക്കും. NDA സർക്കാർ നിത്യോപയോഗ സാധനങ്ങൾക്ക് നികുതി കുറച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇത്തരം പരിഷ്കരണങ്ങൾ രാജ്യത്തെ സ്വയം പ്രാപ്തിയിലേക്ക് നയിക്കുകയും ചെയ്യും. മറ്റുള്ളവരെ ആശ്രയിക്കുമ്പോഴും രാജ്യം വലിയ വേഗതയിൽ പുരോഗതി നേടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദീപാവലി സമ്മാനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച GST പരിഷ്കരണത്തിൽ GST കൗൺസിൽ അംഗീകാരം നൽകിയിരിക്കുകയാണ്. 2017 നിലവിൽ വന്ന ശേഷം ആദ്യമായാണ് GST സമഗ്ര പരിഷ്കരണം കൊണ്ടുവരുന്നത്.